നമുക്ക് എപ്പോഴും കിട്ടുന്ന ചേരുവകൾ എന്തൊക്കെയാ ചോദിച്ചാൽ അതിലൊന്നാണ് പഴമല്ലേ. അതിന്റെ കൂടെ അവലും കൂടെ ആയാലോ എന്നാലേ അതുപോലെ റൈറ്റാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ശർക്കര ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് 2 നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയിൽ നിന്ന് പകുതി നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നല്ല പോലെ ഇതങ്ങ് വിളയിച്ചെടുക്കാം. ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് കാഷ്യൂ നട്ടും റൈസിൻസും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അവല് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അത് നല്ലപോലെ വറവായി വരുമ്പോഴാണ് നമ്മൾ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നത്. അതും 1 കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നേരത്തെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ് കേട്ടോ, അത് പ്രത്യേകം പറയുകയാണെ. പിന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. മാത്രമല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റം കൂടെ അല്ലേ, ഒന്ന് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണേ. അപ്പൊ അവലും നേന്ത്രപ്പഴം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.